വലിയ രാഷ്ട്രീയ മത്സരം ഇത്തവണ നടന്നൊരു മണ്ഡലമാണ് കൊട്ടാരക്കര. കെ.എൻ. ബാലഗോപാലും ഐഷ പോറ്റിയും തമ്മിലായിരുന്നു ഇവിടെ കടുത്ത മത്സരമുണ്ടായി. എന്തായാലും UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥാന ലാപ്പിൽ എന്താ പറയുള്ളത്? ഉറപ്പായിട്ട് UDF ജയിക്കും. UDF ഇവിടെ ജയിക്കും. എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ അത് പറയത്തില്ല. കാരണം എന്താണെന്നറിയോ, അതെന്തിനാ പറയുന്നത്? നമ്മൾ പണ്ടും പറയാറില്ല. ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. നാളെ അറിയാം. ഭയങ്കര ആത്മവിശ്വാസമാണുള്ളത്. ഉറപ്പായിട്ടും. ഈ കെ.എൻ. ബാലഗോപാലിന് NSS വോട്ടുകൾ ഉൾപ്പെടെ ലഭിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ വോട്ടെടുത്തൊക്കെ നോക്കിയപ്പോൾ നമുക്ക് എല്ലാ മേഖലയിൽ നിന്നുള്ള വോട്ട് ലഭിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിലും എല്ലാ മേഖലകളിൽ നിന്നും പണ്ട് നിൽക്കുമ്പോഴും വോട്ട് ചെയ്യാറുണ്ട്. എല്ലാ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ രാഷ്ട്രീയം ചോദിക്കാറില്ല. ആരെന്തിനു വന്നാലും പറ്റുമെങ്കിൽ അപ്പം ചെയ്തു കൊടുക്കും, സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും അങ്ങനെ രാഷ്ട്രീയ കണ്ണോടെ കാണാറില്ല. അതുകൊണ്ട് ജനം എന്നെ രാഷ്ട്രീയമായിട്ട് കാണാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗവും എനിക്ക് വോട്ട് തന്നിട്ടുണ്ടാവും. എന്തായാലും എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. നാളെ കൊട്ടാരക്കരയിൽ UDF തന്നെ ജയിക്കുമെന്നാണ് ഐഷ പോറ്റി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ പറയുന്നത്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ കൊല്ലം.